Style I'm learning. നിങ്ങളുടെ സ്വന്തം മിഥില മിസ്സാണ്. I know you all have been waiting for this video. Acid base and salt എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ക്ലോർ ആൽക്കലി പ്രോസസ്സ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരൊറ്റ വീഡിയോയിൽ ചെറിയ ഒരു സമയം കൊണ്ട് നമ്മൾ ക്ലോർ ആൽക്കലി പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒപ്പം പഠിക്കാൻ റെഡി ആയിട്ടുള്ള എല്ലാവരും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കണം. ലെറ്റ്സ് ബിഗിൻ. സോ ബേസിക്കലി ആദ്യം തന്നെ നിങ്ങൾ ചിന്തിക്കുക, എങ്ങനെയാണ് ക്ലോർ ആൽക്കലി പ്രോസസ്സോ എങ്ങനെയാണ് ഈ പേര് വന്നത്? അതെന്താ ക്ലോർ ആൽക്കലി പ്രോസസ്സ്? വേറെ എവിടെയും കേൾക്കാത്തൊരു പേര് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഈ റിയാക്ഷൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടും. സോ ലെറ്റ്സ് ബിഗിൻ. ബട്ട് വൈ അല്ലേ, നമുക്ക് നോക്കാം, നമുക്ക് തന്നെ കണ്ടുപിടിക്കാം, ഉത്തരം കണ്ടെത്താം. അപ്പോൾ ക്ലോർ ആൽക്കലി പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതെന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ മക്കളെ, ഈ ക്ലോർ ആൽക്കലി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നറിയപ്പെടുന്ന കോസ്റ്റിക് സോഡയെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രൈമറി ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്, അഥവാ NaCl. ഉപ്പേ നമ്മുടെ വീട്ടിലുള്ള കോമൺ സോൾട്ട്, ടേബിൾ സോൾട്ട് ഉപ്പാണ്. അപ്പോൾ when electricity is passed through an aqueous solution of sodium chloride. ഓക്കെ, അപ്പോൾ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഇടുന്നു, അതാണ് അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. അതിനെയാണ് നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ എന്ന് വിളിക്കുക, ബ്രൈൻ. അപ്പോൾ ബ്രൈൻ എന്ന് പറഞ്ഞാൽ ഉപ്പിനെ വെള്ളത്തിലിടുമ്പോൾ കിട്ടുന്ന ആള്, അക്വസ് NaCl സൊല്യൂഷൻ. ഇതിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നു, കറണ്ട് കടത്തി വിടുന്ന സമയത്ത് ഇത് ഡീകമ്പോസ് ചെയ്ത് NaOH ആയിട്ട് മാറുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോർ ആൽക്കലി പ്രോസസ്സ് എന്ന് വിളിക്കുക. അപ്പം നിർബന്ധമായിട്ടും ഇതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇലക്ട്രിസിറ്റി ബ്രൈനിലൂടെ കടത്തി വിടുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു. ഈ പ്രോസസ്സാണ് ക്ലോർ ആൽക്കലി പ്രോസസ്സ്. ഇനി ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുക, നമുക്ക് കെമിസ്ട്രി പരമായിട്ട് ഒന്ന് ചിന്തിച്ചാലോ, നോക്കാം. അതിനു വേണ്ടി എനിക്ക് മര്യാദയ്ക്ക് ബീക്കർ വരയ്ക്കാൻ അറിയില്ല, നിങ്ങൾക്കറിയാലോ. സോ അതുകൊണ്ട് ഇവിടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒക്കെ മിസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക്, ഇതാണ് എൻ്റെ ബീക്കർ. ഈ ബീക്കറിലേക്ക് ഞാൻ ഇവിടെ കൂടെ നമ്മുടെ ബ്രൈൻ സൊല്യൂഷനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബ്രൈനിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയണമെന്നില്ല, കാര്യം ബ്രൈൻ എന്ന് പറഞ്ഞാൽ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ ബ്രൈനിനെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇവിടെ ഇലക്ട്രോലൈസിസ് ആണ് നടത്താൻ പോകുന്നത് അല്ലേ. ഇലക്ട്രോലൈസിസ് നടക്കണമെങ്കിൽ വി ഓൾ നോ ദാറ്റ് അവിടെ ഇലക്ട്രോഡ് വേണം, കറണ്ട് കടത്തി വിടണം, അതിന് ഇലക്ട്രോഡ് വേണം. സോ നമുക്ക് 2 ഇലക്ട്രോഡുകളെ വെച്ച് കൊടുക്കാം. ഞാൻ മക്കളെ ആനോഡും കാഥോഡും വെച്ച് കൊടുക്കുകയാണ്. ആനോഡും കാഥോഡും മിസ് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാനൊരു ബാറ്ററി ആയിട്ടൊക്കെ കണക്ട് ചെയ്യാം. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡാണ് ആനോഡ്, മറക്കരുത്. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡാണ് കാഥോഡ്, മറക്കരുത്. അപ്പോൾ ആനോഡിന് പോസിറ്റീവ് ചാർജാണ്, കാഥോഡിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ആനോഡൊക്കെ വെച്ച് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ സൊല്യൂഷനിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രോലൈസിസ് സംഭവിക്കും. നമ്മുടെ NaCl സൊല്യൂഷൻ. NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ട്? NaCl എന്തായാലും ഉണ്ട്, ഇത് വെള്ളത്തിലല്ലേ ഇട്ടത്. അപ്പോൾ ആരുണ്ടാവും? വാട്ടർ മോളിക്യൂളും ഉണ്ടാകും. ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഇവർക്ക് ഡീകമ്പോസിഷൻ സംഭവിക്കും. അങ്ങനെ ഡീകമ്പോസിഷൻ സംഭവിച്ച നമ്മുടെ സോഡിയം ക്ലോറൈഡിലെ ഉപ്പ് ഇവൻ Na+ഉം Cl- അയോൺസ് ആയിട്ട് മാറും. നമ്മുടെ വെള്ളമാണെങ്കിലോ മക്കളെ H+ഉം OH- ആയിട്ട് മാറും. ഓക്കെ, H+ അയോണും OH- അയോണുമായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ NaCl സൊല്യൂഷൻ എടുത്തു, NaClയും വാട്ടറും ഉണ്ടായിരുന്നു. ഇതിലൂടെ കറണ്ട് കടത്തി വിട്ടപ്പോൾ അവർക്ക് ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ സംഭവിച്ച അയോൺസ് ആയിട്ട് മാറി. ഇനിയാണ് കളി. എന്താണെന്നറിയോ മക്കളെ, നമ്മുടെ സോഡിയം അയോൺസിന് ഹൈഡ്രോക്സൈഡ് അയോൺസിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ സോഡിയം അയോൺസ് എന്താ ചെയ്യുക, വേഗം തന്നെ ഹൈഡ്രോക്സൈഡ് അയോൺ ആയിട്ട് കമ്പൈൻ ചെയ്യും. നോക്കിക്കേടാ, Na+ഉം OH- കമ്പൈൻ ചെയ്താൽ ആരായി? NaOH ആയി. അപ്പോൾ സോഡിയം അയോൺസും ഹൈഡ്രോക്സൈഡ് അയോൺസും നമ്മൾ കമ്പൈൻ ചെയ്താൽ നമുക്ക് NaOH കിട്ടും. ഈ NaOH-നെ കാഥോഡിൻ്റെ അരികിലൂടെയുള്ള ഔട്ട്ലെറ്റിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഔട്ട്ലെറ്റിലൂടെ നമ്മൾ ബ്രൈൻ കണ്ടെയ്നിങ് NaOH അടങ്ങിയിട്ടുള്ള ബ്രൈൻ സൊല്യൂഷനെ നമ്മൾ ആ ഒരു ഔട്ട്ലെറ്റിലൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഇവിടെ കൊണ്ട് കഴിഞ്ഞോ? ഇവിടെ കൊണ്ട് കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ. അവിടെ ബാക്കി 2 അയോൺസ് ബാക്കിയില്ലേ, ഹൈഡ്രജൻ അയോൺസും ക്ലോറൈഡ് അയോൺസും ബാക്കിയുണ്ട്. മക്കളെ, നമ്മുടെ ഹൈഡ്രജൻ അയോൺ നോക്കുമ്പോൾ ഹൈഡ്രജൻ അയോൺ എന്ത് ചാർജാ?
പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ അയോൺ നോക്കുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള കാഥോഡ് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. നോക്ക്, നമ്മുടെ കാഥോഡിന് നെഗറ്റീവ് ചാർജ് അല്ലേ, അപ്പം നെഗറ്റീവ് ചാർജുള്ള കാഥോഡ് ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മുടെ ഹൈഡ്രജൻ അയോൺ എന്താ ചെയ്യുക, എന്നെ പിടിച്ചോ എന്നും പറഞ്ഞ് നേരെ കാഥോഡിൻ്റെ അടുത്തേക്ക് പോകും. ഹൈഡ്രജൻ അയോൺസ് നേരെ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് റിലീസ് ചെയ്യപ്പെടും. അപ്പം നമ്മുടെ ക്ലോറൈഡ് അയോൺസിന് എന്താ സംഭവിക്കുക, ക്ലോറൈഡ് അയോൺസിന് എന്ത് ചാർജാ, മൈനസ് ചാർജ്, നെഗറ്റീവ് ചാർജ്. ഈ നെഗറ്റീവ് ചാർജുള്ള ക്ലോറൈഡ് അയോൺസ് എങ്ങോട്ടായിരിക്കും പോവുക, പോസിറ്റീവ് ചാർജുള്ള ആനോഡിൻ്റെ അടുത്തേക്ക്. അപ്പം നമ്മുടെ ക്ലോറൈഡ് അയോൺസ് മുഴുവൻ ആഹാ ഹൈഡ്രജനെ നീ കാഥോഡിലേക്ക് പോയോ, എന്നാ ഞാൻ ആനോഡിലേക്ക് പോകുന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ നെഗറ്റീവ് ചാർജുള്ള ക്ലോറൈഡ് അയോൺസ് മുഴുവൻ ആനോഡിലേക്ക് പോകും. അങ്ങനെ അവിടെ അവർ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് റിലീസ് ചെയ്യപ്പെടും. നോക്കിക്കേ, അപ്പോൾ ബ്രൈനിനെ ഇലക്ട്രോലൈസിസ് ചെയ്തപ്പോൾ കാഥോഡിനരികിലായിട്ട് നമുക്ക് കോസ്റ്റിക് സോഡ NaOH കിട്ടി. കാഥോഡിൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ കിട്ടി, ആനോഡിൽ നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ കിട്ടി. മക്കളെ, ഇവിടെ NaOH ഉണ്ടാവുന്നത് പോലെ ഒപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ റിലീസ് ചെയ്യപ്പെട്ട മറ്റ് 2 ആൾക്കാരും, ഹൈഡ്രജൻ ഗ്യാസും ക്ലോറിൻ ഗ്യാസും വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇവർ ഏത് ഇലക്ട്രോഡിലാണ് കിട്ടിയത് എന്ന് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ചോദ്യം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ഏതൊക്കെ ഇലക്ട്രോഡിൽ ഏതൊക്കെ ഗ്യാസിനെ കിട്ടി, ഇവിടെ കിട്ടിയ ഗ്യാസസ് ആര് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അങ്ങനെ നമ്മൾ കാഥോഡിനരികിലൂടെയുള്ള ഔട്ട്ലെറ്റിലൂടെ NaOHനെ പ്രിപ്പയർ ചെയ്ത് പുറത്തെടുത്തു. അപ്പോൾ ഇതിൽ വൺ ഓഫ് ദി റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ കോമൺ സോൾട്ട് അല്ലെങ്കിൽ NaCl ആണ്. ഇനി ഇവിടെ കിട്ടിയ 3 പ്രോഡക്റ്റ് ഹൈഡ്രജൻ ഗ്യാസ്, ക്ലോറിൻ ഗ്യാസ്, NaOH, ഇവർക്ക് 3 പേർക്കും ഒരുപാട് യൂസസ് ഉണ്ട്. ഈ യൂസസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ടോപ്പിക്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കിക്കോ, അപ്പോൾ നമുക്ക് NaOH അല്ലെങ്കിൽ കോസ്റ്റിക് സോഡയുടെ നോക്കാം. അയ്യോ, ഇവിടെ വൈറ്റ് കളറിൽ ഞാൻ എടുത്തു വെച്ചു, പക്ഷേ വൈറ്റ് കളറിലെ സ്ലൈഡ് ആയതുകൊണ്ട് അത് മാഞ്ഞുപോയി. മക്കളെ, ഒരു വൈറ്റ് കളറിലെ സോളിഡായിട്ടാണ് NaOHനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വെള്ളത്തിലിട്ടാൽ അയാൾ സോലിബിൾ ആയിട്ടുള്ള ഒരു ബേസ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇതൊരു ആൽക്കലി ആണ്. വാട്ടർ സോലിബിൾ ബേസ് ആയതുകൊണ്ട് NaOH എന്ന് പറയുന്നത് ഒരു ആൽക്കലി ആണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് യൂസസ് നോക്കാം. ഡീഗ്രീസിങ് മെറ്റൽസ്, സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്, പേപ്പർ മേക്കിംഗ്, ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ്. അപ്പോൾ മെറ്റൽസ് ഡിഗ്രീസ് ചെയ്യാൻ സോപ്പ്, ഡിറ്റർജൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പേപ്പർ ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കോസ്റ്റിക് സോഡ അല്ലെങ്കിൽ NaOHനെ യൂസ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്ലോറിൻ ഗ്യാസ് നോക്കാം. ഒരു ഗ്രീനിഷ് യെല്ലോ കളറിലുള്ള ഈ പടത്തിൽ കാണുന്നില്ലേ, ഇതുപോലെ ഒരു ഗ്യാസ് ആണ് നമ്മുടെ ക്ലോറിൻ ഗ്യാസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. വാട്ടർ ട്രീറ്റ്മെൻറ്റിന്, സ്വിമ്മിംഗ് പൂൾസിൽ, PVC ഉണ്ടാക്കാൻ, ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട്, CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ, AC-ലും ഫ്രിഡ്ജിലൊക്കെ കാണപ്പെടുന്നവരിൽ പെസ്റ്റിസൈഡ് ആയിട്ട് ഇതിനൊക്കെ ക്ലോറിൻ ഗ്യാസിന് യൂസ് ചെയ്ത. ബട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസ് എടുത്താൽ ഫ്യൂവലായിട്ട്, മാർഗരീൻ ഉണ്ടാക്കാൻ, അമോണിയ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോർ ആൽക്കലി പ്രോസസ്സ് വഴി NaOHനെ മാത്രമല്ല ക്ലോറിനെയും ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ ഗ്യാസിനെ കാഥോഡിലും ക്ലോറിൻ ഗ്യാസിനെ ആനോഡിലും കിട്ടുന്നു. നിയർ കാഥോഡിൻ്റെ അടുത്തായിട്ട് NaOHനെ കിട്ടുന്നു. ഇവർ 3 പേരും ഇൻഡസ്ട്രിയിൽ വളരെ യൂസസ് ഉള്ള ആൾക്കാരാണ്. സോ ഇവരുടെ യൂസസ് അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് തുടക്കത്തിലേക്കൊന്ന് തിരിച്ചു പോവാം. എന്തുകൊണ്ടാണ് മക്കളെ നമ്മൾ ഇതിനെ ക്ലോർ ആൽക്കലി പ്രോസസ്സ് എന്ന് വിളിച്ചത്? ബട്ട് വൈ? എന്താ കാരണം? ഈ ക്ലോർ ആൽക്കലി പ്രോസസ്സ്, ഈ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ബൈ പ്രോഡക്റ്റിനെ കിട്ടി. ആരായിരുന്നു ആ ബൈ പ്രോഡക്റ്റ്? ക്ലോറിൻ ഗ്യാസിനെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി NaOH എന്ന് പറഞ്ഞാൽ ആരാണെന്നാ മിസ് പറഞ്ഞത്? NaOH ഒരു വാട്ടർ സോലിബിൾ ആയിട്ടുള്ള ഒരു ബേസ് ആണ്. അതായത് NaOH എന്ന് പറഞ്ഞാൽ അവനൊരു ആൽക്കലിയാണ് അല്ലേ? വാട്ടർ സോലിബിൾ ബേസുകളെയാണ് നമ്മൾ ആൽക്കലി എന്ന് വിളിക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് ക്ലോറിൻ ഗ്യാസിനെയും കിട്ടും, ആൽക്കലിയും കിട്ടും. ഇവർ 2 പേരെയും നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഇതിനെ ക്ലോർ ആൽക്കലി പ്രോസസ്സ് എന്ന് വിളിച്ചത്. ക്ലോറിൻ ഗ്യാസും കിട്ടുന്നു, ആൽക്കലിയും ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഇവനെ നമ്മൾ ക്ലോർ ആൽക്കലി പ്രോസസ്. സോ ബട്ട് വൈക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ? ദിസ് ഇസ് വൈ അല്ലേ? ഉത്തരം കിട്ടി. യെസ്. അപ്പോൾ ക്ലോർ ആൽക്കലി പ്രോസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ക്ലിയർ ആവുന്നതിന് വേണ്ടി ഈ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരാം. എക്സ്പ്ലെയിൻ ക്ലോർ ആൽക്കലി പ്രോസസ് ആൻഡ് റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ദാറ്റ് ഒക്കേഴ്സ്. എന്താ മക്കളെ ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെഫിനിഷൻ എന്താ? നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ ഉള്ളൂ. നമ്മൾ വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ് ത്രൂ ആൻ അക്വസ് NaCl സൊല്യൂഷൻ ഓർ ബ്രൈൻ, the Na decomposes to form
NaOH. ഇതിനെയാണ് നമ്മൾ ക്ലോർ ആൽക്കലി പ്രോസസ്സ്. അപ്പോൾ മിസ് നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു ഡെഫിനിഷൻ എൻ്റെ കുഞ്ഞുങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എഴുതി നോക്കാം. നമ്മൾ 2 NaClഉം 2 വാട്ടറും എടുക്കുന്നു. എന്നിട്ടോ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 NaOH കിട്ടും, ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും, ക്ലോറിൻ ഗ്യാസും കിട്ടും. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഈ റിയാക്ഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ ഇക്വേഷൻ കൂടെ നിങ്ങൾ പഠിക്കാം. ഇനി നെയിം ദ ഗ്യാസസ് ഒബ്റ്റെയിൻഡ് അറ്റ് ദി ആനോഡ് ആൻഡ് കാഥോഡ് റെസ്പെക്റ്റീവ്ലി. കണ്ടോ, ആനോഡും കാഥോഡിലും കിട്ടുന്ന ഗ്യാസസ് ഏതാണെന്ന് എഴുതാനാണ്. ആനോഡിൽ ഏത് ഗ്യാസിനെ കിട്ടുക? ആനോഡ് പോസിറ്റീവ് ചാർജ്. അവിടെ കിട്ടുന്നത് ഏത് ഗ്യാസാ? ക്ലോറിൻ ഗ്യാസിനെയാണ്. കാഥോഡ് നെഗറ്റീവ് ചാർജ്. അവിടെ ഏത് ഗ്യാസിനെ കിട്ടുക? ഹൈഡ്രജൻ ഗ്യാസിനെയാണ് കിട്ടുന്നത്. അടുത്ത ചോദ്യം എന്താ മക്കളെ? മെൻഷൻ 2 യൂസസ് ഓഫ് ഈച്ച് ഓഫ് ദി 2 ഗ്യാസസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ എബോ പ്രോസസ്. അതായത് ഇവിടെ കിട്ടിയ ഗ്യാസസിൻ്റെ യൂസസ് എഴുതാനാണ്. അത് നിങ്ങൾക്കുള്ള ജോലിയാണ്. അപ്പോൾ ഇവിടെ കിട്ടിയ ഗ്യാസസ് ഏതാണെന്നൊക്കെ മിസ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ഗ്യാസും ക്ലോറിൻ ഗ്യാസുമാണ്. സോ അതിൻ്റെ യൂസസ് എന്താണെന്ന് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിൻ്റെ ശേഷം എൻ്റെ കുഞ്ഞുങ്ങളെ താഴെ പഠിച്ചതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരും ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്ത് നിർബന്ധമായിട്ടും കാണാൻ പറയുക. ആ ക്ലോർ ആൽക്കലി പ്രോസസ്സിൻ്റെ എന്തൊരു കാര്യങ്ങളും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മക്കളെ ഇതേപോലെ അടിപൊളി ക്ലാസ്സുകളാണ് നമ്മുടെ അസ്ട്ര CBSEയിൽ നടക്കുന്നത്. സോ ഓൾറെഡി ഞങ്ങൾ സെക്കൻഡ് ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഇനിയും നമ്മുടെ പുതിയതായി വരുന്ന മക്കൾക്ക് വേണ്ടി തുടക്കം മുതൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇനിയും സമയം വൈകിട്ടില്ല. ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ്. ആ ഒരു സീരിയസ്നെസ്സോട് കൂടി പഠിക്കുക. നിങ്ങൾക്ക് നമ്മുടെ അസ്ട്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോഴേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും ഏതെങ്കിലും 2 യൂസസ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇനി ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഒരു പിങ്ക് ഹാർട്ടോടെ ഇടുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.